അങ്ങനെ നമ്മളൊരു ഉടനീള സീരീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഓരോ ടോപ്പിക്കും ക്രാക്ക് ചെയ്യുക എന്നുള്ളൊരു ചെറിയ സീരീസ് വിത്തൗട്ട് എനി ഫർദർ ഡെക്കറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലാദ്യം നമ്മൾ ക്ലോസ് ടെസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ള വളരെ സൂപ്പർ ആയിട്ടുള്ള 3 ട്രിക്സും അതിൻ്റെ ഒരു സീക്രട്ട് റൂളും ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരാണ് പാരാജമ്പിൾ. ഇതുപോലെ തന്നെ RCയുടെയും എറർ ഡിറ്റക്ഷൻ്റെയും സ്റ്റാർട്ടേഴ്സിൻ്റെയും കണക്ടേഴ്സിൻ്റെയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. വഴിയെ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പാരാജമ്പിളിന്റെ ട്രിക്കുകൾ, അത് 5 മാജിക്കൽ ട്രിക്സ് ടു ക്രാക്ക് പാരാജമ്പിൾ നോക്കിയാലോ. എസ്പെഷ്യലി ദിസ് ഇസ് പെർഫെക്റ്റ് ഫോർ ബാങ്ക് എക്സാം. അങ്ങനെയുള്ള രീതിയിൽ ക്യൂറേറ്റ് ചെയ്തെടുത്താണ്. IBPS ആവട്ടെ, SBI ആവട്ടെ, നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതെ, റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ ഓഫ്ലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാട് പേരുടെ എൻക്വയറി ആയിരുന്നു, മിസ് റിപ്പീറ്റേഴ്സ് ബാച്ച് ഓൺലൈൻ മാത്രമേ ഉള്ളൂ, ഓഫ്ലൈൻ ഇല്ലേ എന്ന്. അതിനുള്ള മറുപടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഈ വരാൻ പോകുന്ന ജൂൺ 18 മുതൽ നമ്മൾ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. 420+ അവർ ലൈവ് ഓഫ്ലൈൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 300+ hours ലൈവ് ഓൺ പ്രാക്ടീസ് സെഷനും ഇതിന്റെ കൂടെ നിന്ന് കിട്ടും. പ്രാക്ടീസ് സെഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ളവരെയും എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം പെർഫെക്ഷനിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. വീക്ക്ലി 5 days നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും, മൺഡേ ടു ഫ്രൈഡേ. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ ബോണസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സസ്, ബേസ് മുതലുള്ള റിവിഷന്റെ ഒക്കെ ക്ലാസ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിന്റെ ക്ലാസ്സസ് റെക്കോർഡഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓൺലൈൻ ആപ്പ് വഴി ആക്സസ് ചെയ്യാം. ആ ഒരു ഹൈബ്രിഡ് മോഡ് ഓഫ് സ്റ്റഡി നമ്മൾ ഇവിടെ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യുകയാണ്. സോ ഓഫ്ലൈനും ഒപ്പം ബേസ് മുഴുവൻ നിങ്ങൾക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ ക്ലാസ്സസ് ഫ്രീ ആയിട്ടും. ഓക്കെ, അതിന്റെ റെക്കോർഡഡ് സെഷൻസ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജൂൺ 18 തുടങ്ങും. 20,000 കോഴ്സ് ഫീ വരുന്നത്. ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം കൂടി, അതായത് നമ്മൾ ഈ വരാൻ പോകുന്ന ജൂൺ 9 തിങ്കളാഴ്ച 10 to 4 മണി വരെ ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് പാലക്കാട്ടേക്ക് വരികയാണ്. നമ്മൾ ഇത്രയും നാൾ നമ്മൾ കൊല്ലം ചെയ്തു അല്ലെ, കോഴിക്കോട് ഉണ്ടായിരുന്നു, തൃശ്ശൂർ ഉണ്ടായിരുന്നു. സോ നൗ വി ആർ കമ്മിങ് ടു പാലക്കാട്. സോ പാലക്കാട് 9 ജൂൺ ആണ്. സൈലം ക്യാമ്പസിൽ വെച്ചിട്ടാണ്. ഫ്രീ പ്രാക്ടീസ് സെറ്റുകൾ അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല, കൂടുതലായിട്ട് ബാങ്ക് എക്സാമിനെ കുറിച്ച് അറിയാനും, അതായത് കൊല്ലത്ത് നടത്തി, അവിടെ നടത്തി, ഇവിടെ നടത്തി, ഞങ്ങൾ പാലക്കാട്ടേക്ക് മാത്രം വന്നില്ലല്ലോ മിസ്സേ എന്ന് ചോദിച്ചവർക്ക് വേണ്ടി പാലക്കാട് വരുന്നുണ്ട്. മാത്രമല്ല, അതിനുശേഷം ഇനിയിപ്പോൾ അടുത്ത വേറെ ഏതെങ്കിലും സ്ഥലത്ത് വരുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതിനൊക്കെ വഴിയെ ഞങ്ങൾ ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ ഇത് മറക്കണ്ട. ജൂൺ 9 കൃത്യം 10 മണിക്ക് പാലക്കാട് സൈലം ക്യാമ്പസിൽ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ട്രിക്ക് നമ്പർ 1, ഫൈൻഡ് ദി ഓപ്പണിംഗ് സെന്റൻസ്. എപ്പോഴും പാരാജമ്പിൾ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സെന്റൻസ് കണ്ടുപിടിക്കാനായിരിക്കും നമുക്ക് കഷ്ടം. ഫസ്റ്റ് ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബൈ സ്പോട്ടിംഗ് ദി ഓപ്പണിംഗ് സെന്റൻസ്. എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന, അത് സ്വന്തമായിട്ട് ഒരു സെൻസ് ഉണ്ടാക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു സെന്റൻസ് ആയിരിക്കും ഈ ഓപ്പണിംഗ് സെന്റൻസ് എന്ന് പറയുന്നത്. പിന്നെ കംപ്ലീറ്റ് പാരാജമ്പിലും ഒരു സെയിം സാധനത്തെ കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ആ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന എന്താണോ ആ ഒരു സബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ഓപ്പണിംഗ് സെന്റൻസ് തന്നെ ആയിരിക്കും. പിന്നെ ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക്, അവോയ്ഡ് പ്രോനൗൺസ് ലൈക്ക് ഹി, ദിസ്, സച്ച്. ഇങ്ങനെയൊക്കെ വെച്ച് തുടങ്ങുന്ന സെന്റൻസുകൾ ഒരിക്കലും ആദ്യം വരില്ല. അതിന് എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ദിസ് ലെഡ് ടു പ്രൊട്ടസ്റ്റ്, ദ ന്യൂ ടാക്സ് പോളിസി വാസ് അനൗൺസ്ഡ് ലാസ്റ്റ് വീക്ക്. 2 എണ്ണത്തിൽ ഏതായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ബി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. കാരണം ദിസിൽ തുടങ്ങുന്ന സെന്റൻസ് നമുക്ക് ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ പ്രോനൗൺസിൽ തുടങ്ങുന്നതൊക്കെ ദിസ് അല്ലെങ്കിൽ ഹി ഇങ്ങനെയൊക്കെ തുടങ്ങുന്നതൊന്നും നമുക്ക് ഓപ്പണിംഗ് സെന്റൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്, ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് എല്ലാ സെന്റൻസിലും ഒരേ കോൺസെപ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റിന്റെ ഇൻട്രോ ആയിരിക്കും നമ്മുടെ ഓപ്പണിംഗ് സെന്റൻസ് ആയിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് പോകാം. യൂസ് കണക്ടേഴ്സ്. ലുക്ക് ഫോർ കണക്ടേഴ്സ്. ഹൗഎവർ, ദെയർഫോർ, ബട്ട്, മോറോവർ, ഇങ്ങനെയുള്ള കണക്ടേഴ്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആ കണക്ടേഴ്സിനെ വെച്ച് നമുക്ക് സെന്റൻസിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദേ ഹെൽപ്പ് യു ബിൽഡ് ദി സീക്വൻസ്. കറക്റ്റ് ഒരു സീക്വൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളെ ഈ കണക്ടേഴ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നോക്കിയേ, ഷീ ഡിഡ്ന്റ് സ്റ്റഡി വെൽ, ദെയർഫോർ ഷീ ഫെയിൽഡ് ദ ടെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഷീ ഡിഡ്ന്റ് സ്റ്റഡി വെൽ, അതുകൊണ്ടാണ് അവൾ ടെസ്റ്റ് ഫെയിൽ ചെയ്തത്. എങ്ങനെ കണക്ട് ചെയ്തു? നമ്മൾ ഈ കിടക്കുന്ന ദെയർഫോർ എന്നൊരു കണക്ടർ വെച്ചിട്ടാണ് എ ബി എ ഫസ്റ്റും ബി സെക്കൻഡും ആണ് കണക്ട് ചെയ്തത് അല്ലെ. അപ്പൊ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളുടെ മീനിങ്ങിലൂടെ തന്നെ അയാളുടെ മുന്നിൽ വരുന്ന ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാനും അവരെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ട്രിക്ക്, ട്രാക്ക് പ്രോനൗൺസ്. പ്രോനൗൺസിന് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അതായത് പ്രോനൗൺസ് റെഫർ ബാക്ക് ടു സംതിങ്. എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് റെഫർ ബാക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രോനൗൺസ്. ഹി, ഷീ, ഇറ്റ്, ദേ, ദിസ്, എക്സെട്ര. ഫോർ എക്സാമ്പിൾ,
സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് ഇന്ത്യസ് ക്രിക്കറ്റ് ലെജൻഡ്. ഹി സ്കോർഡ് 100 സെഞ്ചുറീസ്. അപ്പൊ ഈ ഹി എന്ന് പറയുന്ന ഒരാള് ഉണ്ട്. അപ്പൊ ആ ഒരാൾ നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യണം, എന്നിട്ട് അയാളെയാണ് നമ്മൾ ഹി എന്ന് അവിടെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഇവിടുത്തെ ഈ ഹി. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, പ്രോനൗൺ റെഫേഴ്സ് ബാക്ക് ടു സംതിങ്. സോ ആ സംതിങ്ങിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ഹി, ഷീ എന്നുള്ള വാക്കുകൾ, ഇറ്റ് എന്നൊക്കെ വെച്ച പ്രോനൗൺസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മുന്നേ ഒരു നൗൺ ഉണ്ട്. ആ നൗണിനെയാണ് ഈ പ്രോനൗൺ കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ പറയാമല്ലോ, നൗണിന് പകരം നൗണിന്റെ സ്ഥാനത്ത് കൊടുക്കുന്ന ആളാണ് പ്രോനൗൺ. നൗണിന്റെ റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ. അപ്പോൾ ഉറപ്പായിട്ട് പ്രോനൗണിന് മുന്നിൽ ഒരു നൗണ് എന്തായാലും എംഫസൈസ് ആയിട്ടുണ്ടാവും, അയാളെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ട്രിക്കും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഫോർത്ത് ട്രിക്ക്, ഐഡന്റിഫൈ ലോജിക്കൽ പെയർസ്. ലോജിക്കൽ പെയർസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക. സം സെന്റൻസ് പെയർസ് സ്റ്റേ ടുഗെദർ ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് ടെൻഷൻ തോന്നും, ഈ ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. ലുക്ക് ഫോർ ആക്ഷൻസ് ആൻഡ് ദെയർ റിസൾട്ട്സ്. എപ്പോഴും ശ്രദ്ധിക്കുക, സെന്റൻസിൽ എവിടെയെങ്കിലും ഒരു ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, ഒരു കാര്യം നടക്കുമ്പോൾ അതിന് എന്തായാലും ഒരു ഇമ്പാക്ട്, ഒരു റിസൾട്ട് ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ പാസേജിൽ ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും. നോക്കിയേ, ഷീ ഓപ്പൺഡ് ഹെർ ലാപ്ടോപ്പ്, ഷീ ടൈപ്ഡ് ഇമെയിൽ. ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഇമെയിൽ ടൈപ്പ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു ആക്ഷന്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. സോ എ കഴിഞ്ഞിട്ടായിരിക്കും ബി. ഇത് ഞാൻ വളരെ സിമ്പിൾ, നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തേക്കുന്ന എക്സാമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ലോജിക്കലി കണക്ട് ചെയ്യുക, ആക്ഷൻ റിസൾട്ടും എന്നുള്ള ലോജിക്ക് നിങ്ങൾ ചിന്തിക്കുക. ഇനി ഫിഫ്ത്ത് ട്രിക്ക്, ടൈം ഫ്ലോ കോസ് എഫക്റ്റ്. ഇത് രണ്ടും ശ്രദ്ധിച്ചോളാം. യൂസ് ടൈം വേർഡ്സ് ഫസ്റ്റ്, ദെൻ, ആഫ്റ്റർ. ഇങ്ങനെയുള്ള ടൈം ക്ലോസ് വേർഡ്സ് ഉണ്ടല്ലോ, അവരെ വെച്ചിട്ട് നമുക്ക് സീക്വൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. കോസ് കംസ് ബിഫോർ എഫക്റ്റ്. എപ്പോഴും എഫക്റ്റിന് മുന്നെയാണ് അതിന്റെ കോസ് വരുന്നത്. സോ ആ ഒരു ലോജിക്കും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ പാരാജമ്പിൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. ദ അലാം ഡിഡിൻ റിംഗ്. അലാം അടിച്ചില്ല. ഹി മിസ് ദ മീറ്റിംഗ്. അപ്പൊ എന്തുകൊണ്ടാണ് മീറ്റിംഗ് മിസ് ചെയ്തത്? അലാറം അടിക്കാത്തതുകൊണ്ട്. അപ്പൊ ദിസ് ഈസ് ദ കോസ് വൈ ദിസ് ഹാപ്പൻഡ്. കോസും എഫക്റ്റും കിട്ടി. സോ എയും ബിയും സീക്വൻസ് ആയി. വളരെ സിമ്പിൾ രീതിയിലാട്ടോ ഞാൻ കാര്യം പറഞ്ഞു തരുന്നത്. ഒരുപാട് ടഫായിട്ടുള്ള സെന്റൻസുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. സിമ്പിളായിട്ടാണ് കാര്യം പറഞ്ഞു തരണേ. അപ്പോൾ അഞ്ചാമത്തെ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും ട്രിക്സ് ഞാനിപ്പോൾ നിങ്ങൾക്ക് 5 ട്രിക്സ് ആണ് പറഞ്ഞു തന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ദീസ് ആർ വെരി സിമ്പിൾ ട്രിക്സ്. ഇനി ഒരു മേജർ സീക്രട്ട് ട്രിക്ക് ഉണ്ട്. അതായത് ഏറ്റവും അടിപൊളിയായിട്ടൊരു ട്രിക്ക്. ആ ഒരൊറ്റ ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പാരാജമ്പിൾ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. അത് ഞാൻ ഇങ്ങനെ അല്ലാണ്ട് ഒരു ശരിക്കുമുള്ള നമ്മുടെ എക്സാമിൽ വരുന്ന ഒരു പാരാജമ്പിൾ ക്വസ്റ്റ്യൻ എടുത്ത് തന്നെ ആ ട്രിക്ക് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം, വെയിറ്റിംഗ് ഫോർ പാർട്ട് 2 എന്ന്. അങ്ങനെയാണെങ്കിൽ പാർട്ട് 2 കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.